ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമ്മളിന്ന് ഒരു പുതിയ ഐറ്റം ട്രൈ ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു പച്ച മാങ്ങേനെ കൊണ്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മാങ്ങാക്കാലാണ്. അപ്പോൾ പച്ച മാങ്ങ എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പച്ച മാങ്ങേനെ കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ഐറ്റത്തിൻ്റെ പേര് പെരുക്ക് എന്നാണ്. അപ്പോൾ ഇതൊരു പച്ചടി പോലത്തെ ഒരു ഐറ്റമാണ്, പക്ഷേ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പെരുക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം. ഞാൻ ലക്ഷ്മി മനോജ് കുമാർ. വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. നമ്മുടെ പെരുക്ക് ഉണ്ടാക്കാൻ വേണ്ട ഐറ്റംസാണ് ഇവിടെ കാണുന്നത്. ഞാൻ ഒരു അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. 2 പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ആ പച്ചമാങ്ങ തോല് കളഞ്ഞിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാൻ. തോല് കളഞ്ഞ് അത് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. കൊത്തി അരിഞ്ഞാലും മതി. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചോപ്പർ യൂസ് ചെയ്യുന്നു. ഇതിനകത്തേക്ക് തൊലി കളഞ്ഞ പച്ചമാങ്ങ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ പോകുന്നു. ചോപ്പറില്ലെങ്കിൽ കൊത്തി അരിഞ്ഞാൽ മതി. തോല് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ക്യാബേജും ബീട്രൂട്ടും ഒക്കെ അരിയുന്ന പോലെ അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഇത് പൊടിയായി വന്നിട്ടുണ്ട്. വളരെ ഫൈനായിട്ട് വരുമൊന്നും വേണ്ട, ഈ ഒരു പാകത്തിലെത്താൽ മതി. അത് ഞാൻ തൈരിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അരക്കപ്പ് തൈരാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. മാങ്ങ പച്ചമാങ്ങ തന്നെ എടുക്കണം എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ചെനച്ച മാങ്ങയൊന്നും എടുത്താൽ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ പച്ച മാങ്ങ തന്നെ ആയിരിക്കണം. ആ പച്ച മാങ്ങയും തൈരും, അതാണ് അതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങ അരച്ചത്, തേങ്ങയും വറ്റൽ മുളകും ഉപ്പും ചേർത്ത് അരച്ചതാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം അതിനുവേണ്ടി തേങ്ങയും 4 വറ്റൽ മുളകും ആവശ്യത്തിന് ഉപ്പും എടുത്ത് ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവാണ്. ഇത് മിക്സിയിൽ നന്നാക്കി അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിപ്പോൾ അരച്ചെടുത്ത മിക്സ്ചർ ഞാൻ നമ്മുടെ തൈരും മാങ്ങയും കൂടെ കൂട്ടി വെച്ചേക്കുന്ന മിക്സ്ചറിലേക്ക് ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കാൻ പോവാണ്. ഇനി ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി വേണം. അത് കടുകാണ്. കടുക് അരച്ചെടുത്തത്, കടുക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്തത്. ഞാനിവിടെ 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കടുകിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ലാത്തവർ കുറച്ച് 1 ടീസ്പൂൺ ആഡ് ചെയ്താലും മതി. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ഉപ്പൊക്കെ പാകമാണോ എന്നുള്ളത് നോക്കാം. ഇത്രയേ ഉള്ളൂ പെരുക്കിൻ്റെ പണി. ഇനി നമ്മളിത് വറവിടാനാണ് പോകുന്നത്. അപ്പോൾ വറവിടാൻ വേണ്ടി കടുകും മുളകും കറിവേപ്പിലയാണ് എടുക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായാൽ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിത് വറവിടാം. വറവിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന മിക്സ്ചർ എടുത്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അത് അധികം പതഞ്ഞ് അങ്ങനെ തിളച്ച് വരുമൊന്നും വേണ്ട. നമ്മൾ ചട്നിക്കൊക്കെ ആക്കുന്ന പാകത്തിലൊന്ന് പതഞ്ഞ് പൊന്തിയാൽ മതി. അല്ലാതെ തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു തിള വന്നാൽ മതി. അപ്പം നമ്മുടെ പെരുക്ക് റെഡി ആയിട്ടുണ്ട്. സ്വാദിഷ്ടമായ പെരുക്ക് ഒരു സൈഡ് ഡിഷായിട്ട് കൂട്ടാവുന്നതാണ് എല്ലാവർക്കും. തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ പെരുക്ക്? അടിപൊളിയായില്ലേ? നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് അല്ലേ? നല്ല പുളിയും ആ മാങ്ങയുടെ പുളിയും തൈരിൻ്റെ പുളിയും ഒക്കെ കൂടി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം മാങ്ങ പെരുക്കിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. മാങ്ങ പെരുക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഇതുപോലെയുള്ള നല്ല വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഡെലീഷ്യസ് ഡെസ്റ്റിനീസ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട്. അത് ഓൾ ആക്കി വെച്ചാൽ മാത്രമേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നിങ്ങൾ പലരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ
അതിൻ്റെ അടുത്തുള്ള ആ ഒരു ബെൽ ബട്ടൺ അമർത്തി അതൊന്ന് ഓൾ എന്നാക്കി വെക്കണം. ഇപ്പോൾ ഉള്ള സബ്സ്ക്രൈബേഴ്സിൽ 21% പേര് മാത്രമേ അത് ഓൾ എന്നാക്കി വെച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് പലർക്കും നോട്ടിഫിക്കേഷൻ വരാത്തത്. വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് ഓൾ എന്നാക്കി വെക്കണം. ഇക്കാര്യം തീർച്ചയായും ഓർമ്മിക്കുക. ലക്ഷ്മി മനോജ് കുമാർ സൈനിങ് ഓഫ്.